പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിചിന്തനം 51 സങ്കീർത്തനം 16-17 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നോമ്പുകാലത്തിൽ ആവശ്യം വേണ്ട ഒരു മനോഭാവമാണ്. ബാഹ്യമായ ആചാരങ്ങളെല്ലാം ഈ ആന്തരികമായ ഭാവത്തിന്റെ പ്രകടനമായിരിക്കണം. എന്തുകൊണ്ടാണ് മനസ്സ് ഉരുകുന്നത്? എന്തുകൊണ്ടാണ് ഹൃദയം നുറുങ്ങുന്നത്? പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയുന്നത് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള അവബോധമാണ്. ആ തെറ്റിനെക്കുറിച്ചുള്ള അവബോധത്തിന് ശക്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് തീക്ഷ്ണമാകുന്നത് ഞാൻ ആരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. ദാവീദിന്റെ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. നമുക്കറിയാം എന്തുമാത്രം ദൈവം എന്നെ സ്നേഹിച്ചു, എന്തുമാത്രം കരുതലോടെ ദൈവം എന്നെ കാത്തുപാലിച്ചു. ഇപ്രകാരം ഇത്രമാത്രം സ്നേഹത്തോടെ എന്നെ കാത്തുപാലിച്ച് ദൈവത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഞാൻ ചെയ്തത്, അവിടുത്തെ ധിക്കരിക്കുകയാണല്ലോ ഞാൻ ചെയ്തത്, അവിടുത്തെ നന്മയെ തിരസ്കരിക്കുകയാണല്ലോ ചെയ്തത് എന്ന ആ ഒരു ബോധ്യം, അതുണ്ടാവുന്ന ദുഃഖം, അത് ധൂർത്തപുത്രന്റെ മടങ്ങിയവർ പോലെയായിരിക്കും. പിതാവിൽ നിന്നകന്ന് പിതാവിന്റെ സ്നേഹത്തെ തിരസ്കരിച്ച് നീ എനിക്കിനി ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പുത്രനെ പോലെ ദൈവത്തിന്റെ എല്ലാ സ്നേഹവും പരിത്യജിച്ച്, ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിസ്മരിച്ച്, എല്ലാം എന്റേതാണെന്നുള്ള ഒരു ചിന്തയിൽ, അഹന്തയിൽ ജീവിച്ചു പോയ കാലഘട്ടങ്ങൾ, ചുറ്റുപാടുമുള്ളവർ എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം ഉപേക്ഷിച്ച് എനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ്, അവസരങ്ങളാണെന്ന് കരുതിയ ആ ഒരു അഹന്തയുടെ, അശ്രദ്ധയുടെ ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവെ തെറ്റിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അങ്ങനെ ഏറെ അകന്നുപോയി, അങ്ങയുടെ പ്രമാണങ്ങളെ നിരസിച്ചു മാത്രമല്ല, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന അങ്ങയെ എൻ്റെ നന്ദിഹീനത വഴി, എൻ്റെ പാപങ്ങൾ വഴി ഞാൻ ദുഃഖിപ്പിച്ചു. അതാണ് ഹൃദയം തകർന്ന ദാവീദ് പോലെ എനിക്ക് തെറ്റിപ്പോയി. തെറ്റ് ഏറ്റുപറയുക, നുറുങ്ങിയ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഹൃദയത്തിലൊരു പരിവർത്തനം ഉണ്ടാകാതെ ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ വഴിമാറണം. ഇങ്ങനെ നുറുങ്ങിയ ഹൃദയത്തോടെ വഴിമാറി പിതാവിലേക്ക് മടങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അതാണ് കർത്താവിടെ എടുത്തു പറയുക, നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള, പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നുറുങ്ങിയ ഹൃദയവുമായി അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ ക്ഷമിക്കണമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ പിൻവലിക്കരുതേ, ഹൃദയ പരമാർത്ഥതയോടെ അങ്ങേ അനുഗമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.